നമസ്കാരം. ജ്യോതിഷപ്രകാരം ചില നക്ഷത്രക്കാർ നല്ലവരായി അഭിനയിക്കാനുള്ള കഴിവുള്ളവരാണ്. എന്നുവെച്ചാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കാര്യം ഇരിക്കെ അവർ പുറത്ത് മറ്റൊരു രീതിയിൽ സംസാരിക്കാൻ ശ്രമിക്കാറുണ്ട്. മറ്റുള്ളവരെ സുഖകരമാക്കുന്ന രീതിയിൽ സന്തോഷിപ്പിച്ച് സംസാരിക്കാനൊരു കഴിവ് ഇക്കൂട്ടർക്കുണ്ട്. പക്ഷേ അവർ ഉള്ളിൻ്റെ ഉള്ളിൽ ചിന്തിക്കുന്നത് വേറെ ഒരു രീതിയിലായിരിക്കും, അല്ലെങ്കിൽ മറ്റൊരു തലത്തിലായിരിക്കും. അങ്ങനെ സ്വഭാവമുള്ള കുറച്ച് നക്ഷത്രക്കാരുണ്ട്. അവരെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതിലാദ്യത്തെ നക്ഷത്രമായി വരുന്നത് ചിത്തിരയും ചോതിയും വിശാഖവും വരുന്ന തുലാം രാശിക്കാരാണ്. ഇവർക്ക് കൃത്യമായി ഇവരുടെ സ്വഭാവം നമുക്ക് വിശേഷിപ്പിക്കാൻ സാധ്യമാവുകയില്ല. വഴക്ക്, പ്രശ്നങ്ങളോടൊന്നും വളരെയധികം താല്പര്യം പുറമേ കാണിക്കാത്ത ഇവർ ഉള്ളിൻ്റെ ഉള്ളിൽ വഴക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവമുണ്ട്. എങ്കിലും പുറമേ ഇതൊന്നും തനിക്ക് ഇഷ്ടമല്ല എന്ന രീതിയിലൊരു സ്വഭാവം കാണിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ വികാരങ്ങൾ എന്താണ് എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും പ്രയാസം വരാറുണ്ട്. പൊതുവെ ഇവരെ സമാധാനശീലരെന്ന് വിശേഷിപ്പിക്കുമ്പോഴും ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇവർ സമാധാനം കാക്ഷിക്കുന്നവരാണോ എന്നൊരു സംശയം കൂടി നിലനിൽക്കുന്നുണ്ട്. അടുത്ത നക്ഷത്രം മകയിരം, തിരുവാതിര, പുണർദം വരുന്ന മിഥുനം രാശിക്കാർക്ക് നല്ല രീതിയിലുള്ള ആശയവിനിമയ കഴിവുള്ളവരാണ്. മറ്റുള്ളവരോട് നല്ല രീതിയിൽ സംസാരിക്കാനൊക്കെയുള്ള കഴിവുണ്ട്. മനോഹരമായിട്ടുള്ള വദനമുള്ളവരാണ്. ബുദ്ധിശക്തി വളരെയധികം ഉള്ളവർ തന്നെയാണ്. എങ്കിലും ചില സമയങ്ങളിൽ ഇവരെ വിശ്വസിക്കാമോ അല്ലെങ്കിൽ ഇവരുടെ സ്വഭാവത്തെ വിശ്വസിക്കാമോ എന്നൊരു സംശയം കൂടി മറ്റുള്ളവരിൽ ജനിപ്പിക്കാറുണ്ട്. ഈ 6 നക്ഷത്രക്കാരെയും പൊതുവെ വഞ്ചകർ എന്നല്ല ഉദ്ദേശിക്കുന്നത്. എങ്കിലും ചില സമയങ്ങളിൽ ഇവർക്ക് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാത്തതോ അല്ലെങ്കിൽ ഇവരുടെ സ്വഭാവവുമായി പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാത്ത രീതിയിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുചെന്ന് എത്തിക്കാറുണ്ട്. എന്താണ് ഇവരുടെ യഥാർത്ഥ സ്വഭാവമെന്ന് ചിലപ്പോഴെങ്കിലും നമ്മളിലേക്ക് കൺഫ്യൂഷൻ എത്തിക്കുന്ന ഒരു തരം മുഖംമൂടി അണിഞ്ഞ ഒരു ചിന്താഗതിയുള്ളവർ എന്ന് വേണമെങ്കിൽ ഈ നക്ഷത്രക്കാരെ വിശേഷിപ്പിക്കാം.